ഇതാര്? മറിയമ്മയോ? ഇളിയണ്ട. എടാ ചെറുക്ക, നീ ഈ നാട്ടിൽ വന്നിട്ട് എന്നെ ഒന്ന് വിവരം അറിയിച്ചു. എന്തിന്? നിനക്ക് ഈ ഭൂമിയിൽ രക്തബന്ധം എന്ന് പറഞ്ഞ ഞാനല്ലേ ഉള്ളൂ. ഓ, ബന്ധത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ജീവിതത്തിൽ വിശപ്പ് മാത്രമായിട്ട് നടന്നപ്പോ വർഗീസ് ഒരു ബന്ധുക്കളെയും കണ്ടിട്ടുമില്ല. പോട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷോ? എനിക്കോ? എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു കേട്ടോ മോനെ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും തള്ളയുടെ ഒരു പൂതി കണ്ടില്ലേ? ഓ, നീ ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം കേട്ടോ. പന്നി. പന്നിയോ? അല്ല, പഞ്ഞീന്ന്. നീ ഇപ്പോഴൊരു കാളക്കുശൻ തന്നെ. ഒരു പെണ്ണ് കെട്ടട വേഗം. അത് തന്നെ എനിക്കും പറയാതെ. ഇതാ കുറച്ചു ദിവസത്തേക്കുള്ള പച്ചക്കറി എന്റെ വക. എന്നാത്തിനാ വാസുവേട്ടാ? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീ വിഷയത്തിലേക്ക് വാടാ. നിനക്ക് പറ്റിയ ഒരു പെണ്ണിന് ഞാൻ കണ്ടുപിടിക്കും. അമ്മയ്യ കോഴിക്കറി ശരിയാക്കാൻ നോക്ക്. വാസുവേട്ടൻ വാ. ഇതോട്ട് അവര് പറഞ്ഞതിൽ കാര്യമുണ്ട്. തനിക്ക് വയസ്സ് അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ. വയസ്സല്ല കാര്യം, മനസ്സാ. എന്റെ മനസ്സിൽ ഇനി ഒരു പെണ്ണിനും ഇടവില്ല വാസുവേട്ടാ. ഓ, എന്നാ പറയാനാ. എന്നെ ആണെങ്കിലും പറയേ, കേക്കട്ടെ. ഈ മോഹിച്ചു പോവുക, വീണു പോവുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഒരു പെണ്ണ്, ഒരേ ഒരു പെണ്ണിന്റെ അടുത്തേ വർഗീസ് പഞ്ഞിക്കാരൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. പഞ്ചാബിലെ 10ാം കോട്ട് കാവൽ കിടക്കുകയായിരുന്നു ഞങ്ങളുടെ റെജിമെന്റ്. ഒരു വൈകുന്നേരം, ഒരു സാധാരണ വൈകുന്നേരം ഞാൻ ചന്തയിൽ കറങ്ങാൻ ഇറങ്ങിയതാ. എന്നാ പറയാനാ, ആ തിരക്കിനിടയിൽ ഒരു ചുവന്ന സൽവാറണിഞ്ഞ പെണ്ണ് വന്നു. എൻ്റെ മേത്തൊന്നു മുട്ടി. ഓ, ഗോതമ്പിന്റെ നിറമുള്ള പെണ്ണെന്ന് എല്ലാരും പറയാറില്ലേ? ഇവക്ക് ഗോതമ്പിന്റെ മണമായിരുന്നു. അവളെ കണ്ട ആ നിമിഷം തന്നെ ആ ഗന്ധം എന്നെ വന്ന് തൊട്ടു. എൻ്റെ അമ്മോ, പിന്നെ ഞാൻ അറിയാതെ അങ്ങ് പായുകയായിരുന്നു ആ പെണ്ണിനും ഗന്ധത്തിനും പുറകെ. കണ്ണില്ലാത്ത അന്തം വിട്ട ഒരു പാച്ചില്. എന്നാ പറയാനാ. ഒടുവിൽ പഞ്ഞിക്കാരൻ അവളെ അറിഞ്ഞു. റെജിമെന്റിൽ നിന്ന് നിറവാതിരക്ക് ഞാൻ മുങ്ങും. അവളുടെ വീടിന്റെ പുറകിൽ ഒരു പൈപ്പുണ്ട്. ഞാൻ ആ പൈപ്പ് തുറന്നിടും. വെള്ളം വീഴുന്ന ശബ്ദമാ അവക്ക് ഞാൻ എത്തിയെന്ന അടയാളം. പിന്നെ ഗോതമ്പിന്റെ മണം പതുങ്ങി പതുങ്ങി വിറക് വരയിലേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് കാണാം. വിറക് കഷ്ണങ്ങളുടെ വൃത്തികെട്ട മണമൊന്നും ഞാൻ അറിയാറില്ല. ഞാനൊരു ഗോതമ്പ് പൂത്ത പാടത്തായിരിക്കും. ഞാൻ ആ പാടം അങ്ങനെ ഉഴുത് മറിച്ച് തളർന്ന് കിടക്കുമ്പോ അവള് പാടുന്നൊരു പാട്ടുണ്ട്. അത് കേക്കണോ വാസുവേട്ടാ? चांद हो या आफताब हो, जो भी हो तुम हो. നിനക്കെന്താ പ്രാന്തായോ വർഗീസേ? കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേ അവൾക്കൊരു കല്യാണം. നമ്മൾ അവളുടെ ജാതി മതമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കരുത്തിനോട് ഭ്രാന്തുണ്ടായിരുന്നിട്ടും അവൾക്ക് എൻ്റെ കൂടെ പോരാനൊരു മടി. ഏറെ താമസിയാതെ അവളെ കെട്ടാൻ പോണ ചെക്കൻ അണക്കെട്ടിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തു. അപകട മരണമെന്നാ എല്ലാവരും കരുതിയ. അവിടെ എൻ്റെ കണക്ക് കൂട്ടലുകൾ ലേശം തെറ്റി. അവക്കെന്നെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ പൈപ്പ് തുറന്നിട്ടാലും അവള് വരാതായി. ഒടുവിൽ അതേ അണക്കെട്ടിന്റെ മുകളിൽ നിന്ന് വീണ അവളും ചത്തു. അയ്യോ, അതും അപകടമെന്ന് എല്ലാരും കരുതിയ. എന്നാ പറയാനാ. പിന്നെ ഞാനവിടെ നിന്നിട്ടില്ല. അവളെ പോലെ ഇനി ഒരു പെണ്ണും വർഗീസ് പഞ്ഞിക്കാരനെ മോഹിപ്പിക്കില്ല. പിന്നെ ഞാൻ എന്നാത്തിനാ വാസുവേട്ടാ കെട്ടുന്നേ? കള്ളു കുടിച്ചോണ്ട് ഓരോന്ന് പൊലമ്പുവാ. ഞാനായോണ്ട് കുഴപ്പമില്ല. ഇത് വേറെ ആരെങ്കിലും കേട്ടാ എന്താ വിചാരിക്കുക? കള്ളു കുടിച്ച് ഓരോന്ന് പൊലമ്പ് തന്നു. ഈ വാസുവേട്ടന് എന്നാ അറിയാം, പാവം. എന്നാലും ആ ഗോതമ്പ് പൂത്തൊരു മണവേ.
ഹാ. ലാലാലി ലാലി ലാലി. ആ ആ മാമ ആ എന്താ? വെടിവെക്കാൻ പഠിക്കണേ രാവിലെ വരാൻ പറഞ്ഞു. ആ അതിനിപ്പോഴാന്നോടാ വരുന്നേ. നീ അങ്ങോട്ട് നടന്നോ, ഞാൻ എന്താ വരുവാ. കാലക്കിടാവേ, ഇത്തവണ നീ ആ മരത്തിൽ വെടിവെച്ചില്ലല്ലോ. അച്ഛാ പിടി. ഇപ്പൊ ആ മരം കാണുന്നുണ്ടോ? ഉണ്ട്. വിഡ്ഢി, എന്നാ പറയാനാ. എടാ, നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തേക്ക് എയിം ചെയ്താൽ ആ എയിം മാത്രമേ മനസ്സിലുണ്ടാകാവൂ. പിടി, നോക്ക്. ആ ബോർഡ് കാണുന്നുണ്ടോ? ഉണ്ട്. ബ്ലഡി ഫുൾ. ആ റെഡ് സ്പോട്ട്, ആ റെഡ് സ്പോട്ട് മാത്രം ലക്ഷ്യമിട്. ആ ഹോൾഡ്. റെഡി റെഡി ഷൂട്ട്. നീ ചിരിക്കണ്ട, നീ വെറുതെ ട്രിഗറിൽ വരെ വെച്ചതല്ലേ ഉള്ളൂ. എയിം എന്റെ അല്ലയോ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഒറ്റ ഗെയിം ശരിയാക്കും. എടാ മിടുക്ക, അങ്ങനെ പറ. ഒയ്യോ, മഴ വന്നു, വാ വീട്ടിൽ പോവാം. ഓടിയ വീട്ടിലെത്തില്ല, നാറി നനയും. നാറി നനയോ? എന്താടാ പറഞ്ഞത്? നാറി അല്ലല്ല, നനഞ്ഞ് നാറുന്ന ഞാൻ പറഞ്ഞു. നാറി നനയണ്ട, തോക്ക് നനയണ്ട. ആ നീ കൊള്ളാലോടാ ശിഷ്യ. കാര്യം കഴിഞ്ഞപ്പോ ഗുരുവിനെ കൈവിട്ടല്ലേ? പോയിക്കോ. ഹലോ, അപ്പൊ ഞാനിവിടെ നിന്ന് മഴ നനഞ്ഞ് പനി പിടിച്ചോട്ടല്ലേ? പിന്നെ ഇല്ല കുട്ടിയല്ലേ, മഴ നനഞ്ഞ പനി പിടിക്കാൻ പോവേക്കാം.